ദേശീയപാതയിൽ കോഴിക്കോട് മലാപ്പറമ്പിൽ കരാർ കമ്പനിയുടെ നിർമ്മാണം തടഞ്ഞ നാട്ടുകാർ അനധികൃതമായ മണ്ണിടൽ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് കമ്പനി അധികൃതരെ നാട്ടുകാർ തടഞ്ഞത്. കോഴിക്കോട് നിന്നും രതീഷ് വാസുദേവനാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. രതീഷിലേക്കാണ്. രതീഷ്, എന്തായാലും നാട്ടുകാർ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യം എന്താണ്? തീർച്ചയായും നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണം ഈ പാതയ്ക്ക് ഇരുവശത്തുമുള്ള നിരവധി ചതുപ്പ് പ്രദേശങ്ങളുണ്ട്. ഇവിടെ ദേശീയപാതയ്ക്ക് ഈ കരപ്പറമ്പ് ജംഗ്ഷന് സമീപം തന്നെയുള്ള ഒരു 100 മീറ്റർ അപ്പുറത്തുള്ള പാച്ചാക്കൽ എന്ന ഭാഗത്ത് ചതുപ്പ് നിലങ്ങളാണ്. ഈ ചതുപ്പ് നിലങ്ങൾ റോഡിന് മണ്ണിടുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ സ്വകാര്യ വ്യക്തികളുടെ നിരവധി ഈ ചതുപ്പ് നിലം ഈ പ്രദേശങ്ങൾ വ്യാപകമായി കരാർ കമ്പനിയുടെ ഒത്താശയോടെ നികത്തപ്പെടുന്നു എന്നുള്ള ആക്ഷേപമുള്ളതാണ്. 2 ആഴ്ച മുമ്പ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുകയും നാട്ടുകാർ ഉൾപ്പെടെ തടയുകയും മണ്ണെടുത്ത് മാറ്റണമെന്ന് റവന്യൂ അധികൃതർ ഉൾപ്പെടെ സമ്മതിച്ചതാണ്. എന്നാൽ ആ ഭാഗത്ത് വീണ്ടും 2 ആഴ്ച കഴിഞ്ഞിട്ട് നടപടിയില്ല എന്ന് മാത്രമല്ല, ആ ഭാഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും ലോറിയിൽ മണ്ണടിച്ച് നിരത്തുന്ന ഒരു കാഴ്ച കണ്ടു. തുടർന്നാണ് ഇന്ന് ദേശീയപാതയിൽ ഈ പ്രവൃത്തി നടന്നുകൊണ്ടിരുന്ന ഭാഗത്ത് കരപ്പറമ്പിൽ നാട്ടുകാർ പൂർണ്ണമായും ഇതിനൊരു തീരുമാനം ഉണ്ടാകാതെ, വ്യക്തത ഉണ്ടാവാതെ ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പ്രവൃത്തി തടഞ്ഞത്. എന്തായാലും അനധികൃതമായി മണ്ണിട്ടു എന്ന് നിർമ്മാണ കമ്പനിയുടെ ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അത് എടുത്തു മാറ്റാമെന്ന് വീണ്ടും ഇവർ സമ്മതിക്കുന്നുണ്ട് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ. പക്ഷേ ഇനിയും എന്തായിരിക്കും നടപടി, ഈ മണ്ണെടുത്ത് മാറ്റുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും അത്തരത്തിലൊരു തീരുമാനത്തിലാണ്. ഇപ്പോൾ എന്തായാലും ആ റോഡ് പണി തടസ്സപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധവുമായി ഇരിക്കുകയാണ്. അതിലൊരു വ്യക്തമായ തീരുമാനം വരാതെ ഇനി ഈ പ്രശ്നത്തിൽ നിന്ന് മാറില്ല എന്നാണ് പ്രദേശവാസികളായ ആളുകളുടെ തീരുമാനം. അനധികൃതമായി സ്വകാര്യ വ്യക്തികളുടെ ചതുപ്പ് മണ്ണിട്ട് നികത്തി കൊടുക്കുന്ന പണി കൂടി ദേശീയപാതയിലെ ഈ നിർമ്മാണ കമ്പനികൾ പലയിടങ്ങളിലും ചെയ്യുന്നുണ്ട് എന്നതാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഈ പാച്ചാക്കൽ പ്രദേശത്ത് പ്രത്യേകിച്ച്. അതുകൊണ്ട് അതിനൊരു അറുതി വരുത്തണം. കാരണം മഴക്കാലത്തെ വെള്ളക്കെട്ടൊക്കെ സ്വാഭാവികമായിട്ടും മറ്റു പ്രദേശങ്ങളൊക്കെ അതിന് സമീപത്തുള്ള വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാവും. അനധികൃതമായ ഈ മണ്ണിടൽ സർക്കാരിൻ്റെ ചെലവിൽ കമ്പനി നടത്തുന്നത് അവസാനിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്തായാലും റവന്യൂ അധികൃതർ ഇടപെട്ടിട്ടുണ്ട്. എന്തായാലും പ്രശ്നപരിഹാരം ഉണ്ടാവണം. അല്ലാത്ത പക്ഷം നിർമ്മാണം നടത്താൻ ഈ പ്രദേശത്ത് അനുവദിക്കില്ല എന്നാണ് നാട്ടുകാരുടെ നിലപാട്. ശരി രതീഷ്, എന്തായാലും നാട്ടുകാരുടെ ആവശ്യം അത് സ്വാഭാവികമാണ്. അത് ഏത് തരത്തിലാണ് ഇനി അംഗീകരിക്കപ്പെടുക എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്.